എല്ലാ കൂട്ടുകാർക്കും മൈഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാം. അതായത് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഏതെങ്കിലും ഹാങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്ത് എങ്ങനെ അതിന് സ്പീഡ് കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഫയലുകൾ, ടെമ്പററി ഫയലുകൾ വരികയാണെങ്കിലാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ലോ ആവുന്നത്. അത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ടെമ്പററി ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസിൻ്റെ താഴെ കാണുന്ന സെർച്ച് ബോക്സിൽ റൺ എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു റൺ ബോക്സ് വരുന്നുണ്ടാവും. അതിനകത്ത് നമ്മൾ %temp% എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വരുന്ന വിൻഡോയ്ക്കകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് Ctrl+A അമർത്തി കൊടുക്കുക. അതപ്പം മൊത്തം സെലക്ട് ആവും, ആ ഫയലുകളെല്ലാം സെലക്ട് ആവും. ആ ടെമ്പററി ആയിട്ട് കിടക്കുന്ന ഫയലുകളാണ് ഇതൊക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകളാണ്. അതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി റൺ കമാൻഡ് കൊടുക്കുക. അതിൽ നമ്മൾ ടെമ്പെന്ന് ടൈപ്പ് ചെയ്യുക. നേരത്തെ നമ്മൾ പെർസെൻറ്റേജിൻ്റെ ചിഹ്നം വെച്ചിട്ടായിരുന്നു നമ്മൾ ടൈപ്പ് ചെയ്ത്. ഇപ്പോൾ വെറും ടെമ്പെന്ന് മാത്രം റൺ കമാൻഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓപ്പണായി വരുന്ന ഫോൾഡറിനകത്ത് നിന്ന് നമുക്ക് കാണുന്ന ഫോൾഡറുകളോ ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൺ കമാൻഡ് ഒന്നും കൂടെ റൺ ചെയ്യിക്കുക. റൺ കമാൻഡിനകത്ത് പ്രീഫെച്ച് PREFETCH എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു. പെർമിഷൻ ചോദിച്ചതാണ് വിൻഡോസ്, അത് കണ്ടിന്യൂ കൊടുത്ത് അതിനുശേഷം ഓപ്പണായി വന്ന ഫയലിനകത്ത് നമ്മൾ Ctrl+A കൊടുത്ത് എല്ലാം സെലക്ട് ചെയ്യുക. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതൊക്കെ ടെമ്പററി ആയിട്ട് കിടക്കുന്ന ഫയലുകളാണ്, നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകളാണ്. അതിനുശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് റീസൈക്കിൾ ബിൻ അത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം empty റീസൈക്കിൾ ബിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് പെർമിഷൻ ചോദിക്കും, കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറും ബേസിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.